മൂലകങ്ങളെ ആദ്യകാലങ്ങളിൽ വർഗീകരിച്ചത് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. മെൻഡലീഫ് ആണ് ഇങ്ങനെ വർഗീകരിച്ചത്. 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചും ആറ്റത്തിലെ കണങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ രൂപപ്പെട്ടില്ല. എന്നിരുന്നാലും മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ ധാരാളം മേന്മകളുണ്ടായിരുന്നു. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ 1869 വന്നത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. SCERT ഫാക്റ്റ് ആണ്. 1869 ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്. ഹെൻറി മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക് മാസിനെ അല്ല, മറിച്ച് ആറ്റോമിക നമ്പറിനെയാണ് എന്ന് കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ നിയമം പരിഷ്കരിച്ചു. ഇത് ആധുനിക പീരിയോഡിക് ടേബിൾ നിയമം എന്ന് അറിയപ്പെടുന്നു. ആധുനിക പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. ആധുനിക പീരിയോഡിക് ടേബിൾ നിയമപ്രകാരം മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഗുണങ്ങളിൽ വ്യത്യസ്തമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു പരിമിതിയായത്. സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങൾക്കൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങളും ഉൾപ്പെടുത്തി. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ മോസ്ലി ശ്രദ്ധിച്ചു. അതിനാൽ ഒരു മൂലകത്തിന്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മൂലകങ്ങളെക്കുറിച്ചും ധാരണ ലഭിക്കും. ആധുനിക പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നു. ഒരേ മൂലകത്തിന്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ പരിമിതി പരിഹരിക്കാൻ കഴിഞ്ഞു. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്നത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ മറ്റൊരു പരിമിതിയായിരുന്നു. ഉദാഹരണത്തിന്, ആർഗൺ എന്ന മൂലകത്തിനു ശേഷമാണ് പൊട്ടാസ്യം എന്ന മൂലകത്തിന്റെ സ്ഥാനം. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ ആറ്റോമിക മാസിന്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല. ഈ കമ്പാരിസൺ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോരായ്മകളും ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകളെ കുറിച്ചുള്ള കമ്പാരിസൺ ഇത്ര വിശദമായിട്ട് SCERT കോളായിട്ട് കൊടുത്തിട്ടുള്ളത്. വിവിധ രൂപങ്ങളിലുള്ള പീരിയോഡിക് ടേബിളുകൾ കാലാകാലങ്ങളായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. 118 മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകൾ, അതായത് ഹൊറിസോണ്ടൽ റോസ്, പിരീഡുകൾ എന്നും കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ എന്നും വിളിക്കുന്നു. വിലങ്ങനെയുള്ളത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് പിരീഡും, കോളങ്ങളായിട്ടുള്ളത്, അതായത് വേർട്ടിക്കൽ ആയിട്ടുള്ളത് ഗ്രൂപ്പുകളുമാണ്. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവത്തിൽ സമാനത പ്രകടിപ്പിക്കുന്നു. 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. ഈ മൂലകങ്ങളെ 7ാം പീരീഡിലാണ് ഉൾപ്പെടുത്തിയത്. 113 നിഹോണിയം, 115 മോസ്കോവിയം, 117 ടെന്നസിൻ, 118 ഒഗനസൻ. നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന ആ പേര് മൂലകത്തിന് ലഭിച്ചത്. ജപ്പാൻ എന്നതിന്റെ ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. ഉദയസൂര്യന്റെ നാട് എന്നും ഇതിന് അർത്ഥമുണ്ട്. മോസ്കോവിയം എന്ന മൂലകത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടത്തിയിരിക്കുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. ടെന്നസി പ്രദേശത്തെ ലാബുകളിൽ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിന്റെ അടിസ്ഥാനം. ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എന്നാൽ ഒഗനസൻ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രൊഫസർ യൂറി ഒഗനഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണിത്. ആദ്യമായിട്ട് ഇപ്രകാരം പേര് നൽകിയത് ആറ്റോമിക നമ്പർ 106 ആയ സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. ഗ്ലെൻ സീബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഈ പേര് നൽകിയത്. അപ്പോൾ ഇവിടെ നിഹോൺ ഒരു ജാപ്പനീസ് വാക്കാണ്. ഉദയസൂര്യന്റെ നാട് ജപ്പാനിലെ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മോസ്കോവിയം മോസ്കോയിലുള്ള ലാബുകളിൽ വെച്ച് കണ്ടെത്തിയത് കൊണ്ടാണ് ആ പേര് നൽകിയത്. അതേപോലെ ടെന്നസി എന്ന പ്രദേശത്തെ ലാബിൽ വെച്ച് കണ്ടെത്തിയത് കൊണ്ടാണ് 117ാമത്തെ മൂലകത്തിന് ടെന്നസിൻ എന്ന പേര് നൽകിയത്. ഈ 3 എണ്ണവും 113, 15, 117
സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് കിട്ടിയത്. 118 ഒഗനസൻ ശാസ്ത്രജ്ഞന്റെ ബഹുമാനാർത്ഥമാണ് യൂറി ഒഗനഷ്യൻ എന്ന ശാസ്ത്രജ്ഞന്റെ. അതേപോലെ 106 മൂലകമായ സീബോർഗിയം എന്ന മൂലകത്തിനും പേര് നൽകിയത് ഇങ്ങനെയാണ്. ഗ്രൂപ്പ് 1 മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങൾ എന്നും 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി എന്നിവ ഉപലോഹങ്ങളാണ്. ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും ഉള്ളതാണ് ഉപലോഹങ്ങൾ. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി എന്നിവയാണ് ഉപലോഹങ്ങൾ. ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളുടെ മൂലകങ്ങളെ പ്രധാനമായും മെയിൻ ഗ്രൂപ്പ് മൂലകങ്ങൾ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 1, 2, 13 മുതൽ 18 വരെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങളാണ് മൂലകങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇവയിലെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന മൂലകങ്ങളുണ്ട്. ഇവ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. പീരിയോഡിക് ടേബിളിൽ 2ാം ഗ്രൂപ്പ് കഴിഞ്ഞ് സംക്രമണ മൂലകങ്ങളുടെ 10 ഗ്രൂപ്പുകൾക്ക് ശേഷമാണ് 13ാം ഗ്രൂപ്പ് മുതലുള്ള മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 എന്ന സംഖ്യ കൂട്ടുക. അതായത് ബോറോണ് ആറ്റോമിക നമ്പർ 5 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 3. ആ 3ന് കൂടെ 10 കൂട്ടി 13 ആണ് ഗ്രൂപ്പ് നമ്പർ. കാർബൺ ആറ്റോമിക നമ്പർ 6, 2, 4. 4ന്റെ കൂടെ 10 കൂട്ടി 14 ആണ് ഗ്രൂപ്പ് നമ്പർ. നൈട്രജൻ ആറ്റോമിക നമ്പർ 7, 2, 5. 10 കൂട്ടി 15 ഗ്രൂപ്പ് നമ്പർ. ഓക്സിജൻ 8, 2, 6. ഗ്രൂപ്പ് നമ്പർ 16. ഫ്ലൂറിൻ ആറ്റോമിക നമ്പർ 9, ഇലക്ട്രോൺ വിന്യാസം 2, 7. ഗ്രൂപ്പ് നമ്പർ 17. നിയോൺ ആറ്റോമിക നമ്പർ 10, ഇലക്ട്രോൺ വിന്യാസം 2, 8. ഗ്രൂപ്പ് നമ്പർ 18. അപ്പോൾ ഇവിടെ ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. അപ്പോൾ 13 മുതൽ 18 വരെ ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ വേണ്ടിയിട്ട് എണ്ണത്തോടൊപ്പം, അതായത് ഇലക്ട്രോൺ വിന്യാസത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ 10 കൂട്ടുക. മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണമാണ് പിരീഡ് നമ്പർ. മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണമാണ് പിരീഡ് നമ്പർ. ഹൈഡ്രജൻ, ഹീലിയം എന്നിവ ഒഴികെയുള്ള മറ്റ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവ സ്ഥിരത കൈവരിക്കുന്നു. ഇത്തരത്തിൽ സ്ഥിരത നേടാനാണ് എല്ലാ മൂലക ആറ്റങ്ങളും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. സ്ഥിരത കൈവരിച്ച ഇലക്ട്രോൺ ക്രമീകരണമുള്ളതിനാൽ സാധാരണ നിലയിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറില്ല. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 2ാം ഗ്രൂപ്പിലെ ലോഹസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്ന് 13ാം ഗ്രൂപ്പ് മുതൽ ലോഹസ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിനാലാണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾക്ക് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് 2ാം ഗ്രൂപ്പിലെ ലോഹസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്ന് 13ാം ഗ്രൂപ്പ് മുതൽ ലോഹസ്വഭാവം പൊതുവെ കുറഞ്ഞു വരുന്ന മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനമുള്ളതുകൊണ്ടാണ് ഇതിനെ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. 12ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളായി പൊതുവെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവ സംക്രമണ മൂലകങ്ങളല്ല. 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകളിൽ സംക്രമണ മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിലാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ഇവയിലെ ബാഹ്യതമ ഷെല്ലിന് ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഗ്രൂപ്പിലും പിരീഡിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യം കാണിക്കുന്നു. ഇവ ലോഹങ്ങളാണ്. ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളതാണ്. സംക്രമണ മൂലകങ്ങൾ 3 മുതൽ 12 വരെ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഗ്രൂപ്പിലും പിരീഡിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യമുണ്ട്. ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. ഇവയ്ക്ക് നിറമുണ്ട്. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. സംക്രമണ ലോഹം എന്ന് നമുക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി കണക്ട് ചെയ്യാം. 6ാം പീരീഡിൽ
ലാന്തനത്തെയും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിൽ ചുവടെ പ്രത്യേകമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 57-ാം ആറ്റോമിക നമ്പറുള്ള ലാന്തനം മുതൽ ആറ്റോമിക നമ്പർ 71 ഉള്ള ല്യൂട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്നാണ് വിളിക്കുന്നത്. 7-ാം പീരീഡിൽ ആക്ടീനിയവും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളും പീരിയോഡിക് ടേബിളിൽ ലാന്തനോയിഡുകൾക്ക് ചുവടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു. ആറ്റോമിക നമ്പർ 89 ആക്ടീനിയം മുതൽ ആറ്റോമിക നമ്പർ 103 ആയ ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങളാണ് ആക്ടിനോയിഡുകൾ. അതായത് പ്രത്യേകമായിട്ട് പീരിയോഡിക് ടേബിളിൽ താഴെ 2 പീരീഡ് ഉണ്ട്. അത് 6ഉം 7ഉം. 6-ാം പീരീഡ് ലാന്തനോയിഡുകളും 7-ാം പീരീഡ് ആക്ടിനോയിഡുകളുമാണ്. 6-ാം പീരീഡിൽ 57 മുതൽ 71 വരെയും 7-ാം പീരീഡിൽ 89 മുതൽ 103 വരെയുമാണ്. അതായത് 6-ാം പീരീഡ് ലാന്തനോയിഡ് 57 മുതൽ 71 വരെ, 7-ാം പീരീഡ് ആക്ടിനോയിഡുകൾ 89 മുതൽ 103 വരെ. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ചാൻസ് കൂടുതലാണ് ചോദിക്കാൻ SCERT ഫാക്റ്റ് ആയതുകൊണ്ട്. 57 ലാന്തനോയിഡ്, 71 ല്യൂട്ടീഷ്യം, 89 ആക്ടീനിയം, 103 ലോറൻഷ്യം. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ലാന്തനോയിഡുകൾ റെയർ എർത്ത്സ് എന്ന് അറിയപ്പെടുന്നു. ആക്ടിനോയിഡുകൾ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും അന്തഃസംക്രമണ മൂലകങ്ങളാണ്. ലാന്തനോയിഡുകൾ റെയർ എർത്ത്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആധുനിക പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണുള്ളത്. ആറ്റോമിക നമ്പർ 1 മുതൽ 92 വരെയുള്ള മൂലകങ്ങളിൽ ടെക്നീഷ്യം ആറ്റോമിക നമ്പർ 43, പ്രോമിത്തിയം ആറ്റോമിക നമ്പർ 63 എന്നിവ ഒഴികെയുള്ള പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ്. സോ പ്രകൃതിയിൽ കാണപ്പെടാത്തത് 2 മൂലകങ്ങളാണ്. 92 വരെ ഉള്ളതിൽ അതിൽ 43 ടെക്നീഷ്യം, 61 പ്രോമിത്തിയം. ആറ്റോമിക നമ്പർ 92-ന് ശേഷമുള്ള മൂലകങ്ങൾ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടതാണ്. കൃത്രിമ മൂലകങ്ങളിൽ സ്ഥിരത കുറഞ്ഞവയും റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നവയുമാണ്. കൃത്രിമ മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നവയും സ്ഥിരത കുറഞ്ഞവയുമാണ്. ആറ്റോമിക നമ്പർ 92 യുറേനിയത്തിനു ശേഷം വരുന്ന മൂലകങ്ങളെ ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ആറ്റോമിക നമ്പർ 92-ന് ശേഷം വരുന്ന മൂലകങ്ങളാണ് ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ. 92 യുറേനിയമാണ്. 92 മുതൽ വരുന്ന മൂലകങ്ങളെല്ലാം കൃത്രിമ മൂലകങ്ങളാണ്. ഇവ റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നതും സ്ഥിരത കുറഞ്ഞതുമാണ്. 92-ന് മുൻപ് വരുന്നതിൽ 43-ാം മൂലകവും 61-ാം മൂലകങ്ങളും കൃത്രിമ മൂലകങ്ങളാണ്. അവ പ്രകൃതിയിൽ കാണപ്പെടുന്നില്ല. അതിൽ 43 ടെക്നീഷ്യവും 61 പ്രോമിത്തിയവും. ആറ്റങ്ങൾ അതിസൂക്ഷ്മ കണങ്ങളാണെങ്കിലും ഒരു മൂലകത്തിന്റെ സ്വഭാവം അതിലെ ആറ്റങ്ങളുടെ വലുപ്പവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആറ്റത്തിന്റെ വലിപ്പം പ്രസ്താവിക്കുവാനുള്ള ഒരു രീതിയാണ് ആറ്റോമിക ആരം. ന്യൂക്ലിയസിന്റെ കേന്ദ്രബിന്ദു മുതൽ ഇലക്ട്രോണുകൾ ഉൾപ്പെടുന്ന ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരമായാണ് കണക്കാക്കുന്നത്. ആറ്റത്തിന്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയസിന്റെ ചാർജും ഷെല്ലുകളുടെ എണ്ണവും. ആറ്റത്തിന്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണവും. ലിഥിയം ആറ്റോമിക നമ്പർ 3, ഇലക്ട്രോൺ വിന്യാസം 2, 1, ഷെല്ലുകളുടെ എണ്ണം 2. സോഡിയം ആറ്റോമിക നമ്പർ 11, ഇലക്ട്രോൺ വിന്യാസം 2, 8, 1, ഷെല്ലുകളുടെ എണ്ണം 3. പൊട്ടാസ്യം ആറ്റോമിക നമ്പർ 19, 2, 8, 8, 1, ഷെല്ലുകളുടെ എണ്ണം 4. റുബീഡിയം ആറ്റോമിക നമ്പർ 37, 2, 8, 18, 8, 1, ഷെല്ലുകളുടെ എണ്ണം 5. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിന്റെ വലുപ്പം കൂടി വരുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് മുകളിൽ നിന്ന് താഴോട്ട് വർദ്ധിക്കുന്നു. ആറ്റത്തിന്റെ വലുപ്പവും കൂടുന്നു. ഷെല്ലുകളുടെ എണ്ണവും കൂടുന്നു. ആറ്റത്തിന്റെ വലുപ്പവും കൂടുന്നു. സ്ക്രീനിംഗ് പ്രഭാവം അഥവാ ഷീൽഡിംഗ് പ്രഭാവം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. തൽഫലമായിട്ട് ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നു. ഉള്ളിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിനുള്ള ആകർഷണം ക്രമമായി കുറയുന്നു. ഇതിനെയാണ് സ്ക്രീനിംഗ് പ്രഭാവം എന്ന് പറയുന്നത്.
അതായത് ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. തൽഫലമായിട്ട് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് അകലും. അതിനുള്ളിൽ ഉള്ളിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ ന്യൂക്ലിയസിനോടുള്ള ആകർഷണം കുറയുന്നതിനെയാണ് നമ്മൾ സ്ക്രീനിങ് പ്രഭാവം അല്ലെങ്കിൽ ഷീൽഡിംഗ് പ്രഭാവം എന്ന് പറയുന്നത്. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നു. ബാഹ്യതമ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലിപ്പം ക്രമേണ കുറയുന്നു. അപ്പം ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കൂടുകയാണ് ചെയ്യുക. ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിനോടുള്ള ആകർഷണ ബലം കൂടും. അതിന്റെ ഫലമായിട്ട് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. എന്നാൽ ഇവിടെ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു.